ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയായ ക്രോസ് ഫയറിൽ ഇന്നത്തെ അതിഥി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. സ്വാഗതം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു 20-18 സീറ്റ് നേടി മിന്നും ജയം നേടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ നേതാവായി നിൽക്കുമ്പോഴും BJP വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന വസ്തുതയുണ്ട്. 11 സീറ്റുകളിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മുന്നിലാണ്. 8 നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണുള്ളത്. 4% വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്. ഈ കണക്ക് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ വിജയമാണ് ഉണ്ടായത്. 20-18 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പല സ്ഥലങ്ങളിലും ഒരു ത്രികോണ മത്സരം നടന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെയെല്ലാം അതിജീവിച്ച് മറികടന്ന് കൂട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് 18 സീറ്റ്, ഞങ്ങൾ അധികാരത്തിലൊന്നുമില്ലല്ലോ, 8 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിലില്ല, കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാത്തൊരു പാർട്ടി കേരളത്തിൽ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ 18 സീറ്റ് വാങ്ങിച്ചു എന്നുള്ളതിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നമ്മൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. BJP വോട്ട് ഷെയർ കൂട്ടി എന്നുള്ളതാണ്. രണ്ട് വ്യത്യാസം 2019 താരതമ്യപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞത്. 2024 തെരഞ്ഞെടുപ്പ് രണ്ട് വ്യത്യാസമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ ഉള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അനുകൂലമായ 2 അന്തരീക്ഷമുണ്ട്. ഒന്ന്, ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു വികാരം അലയടിച്ച് നിൽക്കുകയാണ്. അത് BJPക്കും അതിൻ്റെ വോട്ട് ഷെയർ പോവാം, ഞങ്ങൾക്കും പോവാം. സ്വാഭാവികമായി CPMനെ തോൽപ്പിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിലേക്കാണ് ആ വോട്ട് വന്നത്. രണ്ടാമത്തത്, ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാകും. അദ്ദേഹം വയനാട്ടിൽ ആദ്യമായിട്ട് ഒരു നെഹ്റു കുടുംബത്തിലെ ഒരാൾ, കേരളത്തിൽ നെഹ്റു കുടുംബത്തിനോട് വലിയ ഒരു സ്നേഹമുള്ള നാടാണ് കേരളം. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു, UP ജയിക്കാൻ പോകുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. ഇതായിരുന്നു പശ്ചാത്തലം. 2024 എന്തായിരുന്നു സ്ഥിതി? ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ 2ാം ഘട്ടത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശബരിമല തീർച്ചയായിട്ടും ഇല്ല, അവിടെ ആ വിഷയമില്ല. 2, ആദ്യത്തെ ഘട്ടങ്ങളിൽ 400 സീറ്റുമായി നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന് മാധ്യമങ്ങളടക്കം മുഴുവൻ ആളുകളും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു സമയത്താണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ 2019 പോലെയല്ല. മാത്രമല്ല, ഒരു 4ാം ഘട്ടം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്, ഇന്ത്യ മുന്നണി കയറി വരുന്നു എന്നുള്ള വാർത്തകൾ പോലും വരാൻ തുടങ്ങിയത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 400 സീറ്റോടുകൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നിൽക്കുമ്പോഴാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വാഭാവികമായിട്ട് കുറച്ച് വോട്ട് BJPയിലേക്ക് പോയി കാണും. അത് UDFൽ നിന്നും പോയിട്ടുണ്ടാകും, കൂടുതൽ LDFൽ നിന്നും ആ വോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ 2019-ഉം 2024 തമ്മിൽ കണക്കാക്കുമ്പോൾ നമ്മുടെ വോട്ടിംഗ് ശതമാനം, പോളിംഗ് ശതമാനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, പൊളിറ്റിക്കലായിട്ടുണ്ട്. എങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, വളരെ സെക്കുലറായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ, മതേതര ഒരു സംസ്ഥാനത്ത് BJP കുറച്ച് വോട്ട് ഷെയർ കൂട്ടുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട, സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അക്കൗണ്ട് തുറന്നത് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിന് ശേഷവും അവിടെ തന്നെ നിന്ന് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി അവിടുത്തെ വിജയത്തിന്റെ ഘടകമാണ്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് അരാഷ്ട്രീയ വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് ഇടയാക്കിയതെന്നാണ്. ഒരുപക്ഷെ നിഷ്പക്ഷ വോട്ടുകളെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് അവിടെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി കാണുമല്ലേ? അല്ല, നമ്മൾ അവിടെ നമുക്ക് തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. തോൽവി അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കണക്ക് കാണിച്ച് അവിടെ നമ്മൾ ജയിച്ചു എന്ന് പറയാൻ ഞാനില്ല. തോൽവിയാണ്. ഞങ്ങൾക്ക് വലിയ ആഘാതമുണ്ടാക്കിയ തോൽവിയാണ്. ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് തോറ്റത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അതിനെ കാണുന്നത്. അത് പരിശോധിക്കപ്പെടും. അദ്ദേഹമാണെങ്കിൽ ഇനി ഇല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇല്ല എന്ന് പറഞ്ഞ് പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇല്ല, അതൊന്നുമില്ല. ഞങ്ങളെല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം K. കരുണാകരൻ്റെ മകനാണ്, അടിമുടി രാഷ്ട്രീയക്കാരനാണ്.
അദ്ദേഹം അങ്ങനെ മാറിയിരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത് അദ്ദേഹം തൽക്കാലം വ്യക്തിപരമായിട്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു പരാജയമാണ് അദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ അത് അദ്ദേഹം വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല. പാർട്ടി ഞങ്ങൾക്കും ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായി അത് ഉണ്ടാകുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹം തിരിച്ചു വരും. പത്മജ BJP-യിൽ പോയതിനെ അത്ര കണ്ട് ഭയക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ആ സമയത്ത് കോൺഗ്രസ് എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിച്ചു പോവുകയാണ്. എന്തിനായിരുന്നു പാലക്കാട് നിന്ന് പെട്ടെന്ന് വടകരയിലേക്ക് ഷാഫിയെ മാറ്റുന്നു, വടകരയിൽ നിന്ന് കെ മുരളീധരനെ മാറ്റുന്നു, ഇപ്പോൾ പാലക്കാടാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഈ BJP-ക്ക് ഒരു അക്കൗണ്ട്, ലോക്സഭാ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആവേശമൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ തന്നെ നിരീക്ഷണങ്ങൾ വരുന്നു, പാലക്കാട് BJP പിടിക്കും എന്ന തരത്തിലൊക്കെ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസ് ആയിട്ട് ഉണ്ടാക്കണമായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഓരോ സീറ്റ് ഗൗരവത്തോടുകൂടി പഠിച്ച് നേതൃത്വം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി എടുത്ത തീരുമാനമാണ്. ആ ഘട്ടത്തിൽ ഇതൊന്നും അല്ല സ്ഥിതി. എനിക്കത് പറയാൻ ഒരുപാട് പ്രയാസമുണ്ട്. ആ ഘട്ടത്തിൽ പല നിയോജകമണ്ഡലങ്ങളിലെയും സ്ഥിതി പ്രത്യേകമായി പരിശോധിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ആ തീരുമാനം. അത് പത്മജ BJP-യിലേക്ക് പോയതുകൊണ്ട് എടുത്ത തീരുമാനമൊന്നുമല്ല, അത് തെറ്റിദ്ധാരണയാണ്. പത്മജ BJP-യിലേക്ക് പോയതുകൊണ്ടൊന്നും കോൺഗ്രസിലൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഒരാളും അങ്ങനെ ഒരു വ്യക്തിയൊന്നും ഒരു പാർട്ടി വിട്ടുപോയാലൊന്നും, കെ കരുണാകരൻ വിട്ടുപോയിട്ട് പോലും കോൺഗ്രസ് പിടിച്ചു നിന്ന പാർട്ടിയാണ്. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അല്ല ഞങ്ങൾ നോക്കുമ്പോൾ. അപ്പം ഞങ്ങൾ രാഷ്ട്രീയ നേതൃത്വം എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം കൊണ്ട് വലിയ നേട്ടം ഉണ്ടായില്ലേ? ആ തീരുമാനം 3 സീറ്റുകളെ ബന്ധിപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്. വടകര, തൃശ്ശൂർ, ആലപ്പുഴ. ആലപ്പുഴ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. വടകര കേരളത്തിലെ CPM ആദ്യം വിചാരിച്ചിരുന്ന സീറ്റാണ്, ആദ്യം ജയിക്കുന്നുള്ള ഫസ്റ്റ് സീറ്റാണ്. അത് ഞങ്ങൾ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. മാത്രമല്ല, ഞങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ മലബാർ കംപ്ലീറ്റ് നിങ്ങൾ പരിശോധിച്ചോ. കാസർഗോഡ് CPM കോട്ടയാണ്, കാസർഗോഡ് 1 ലക്ഷത്തിൽ മീതെ ഭൂരിപക്ഷം. കണ്ണൂർ 1 ലക്ഷത്തിന് മീതെ ഭൂരിപക്ഷം. വയനാട് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. ആ ഒരു ഒറ്റ തീരുമാനത്തിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണോ? അല്ല, അതെല്ലാം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മലബാർ ഞങ്ങൾ തൂത്തുവാരി വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. CPM കോട്ടകളെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ പറഞ്ഞല്ലോ, അതൊരു തീരുമാനമാണ്. അതായത് CPM അതിനെ കണ്ടത് കമ്മ്യൂണലായിട്ടാണ് കണ്ടത്. അവിടെ ഒരു BJP ഉണ്ടാക്കുന്നത് പോലെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനാണ്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. മലബാറിലൊരു രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കിയത്. ഞങ്ങൾ വിചാരിച്ചത് തന്നെയാണ് നടന്നത്. രാഷ്ട്രീയ ധ്രുവീകരണം നടത്തി ഭയങ്കരമായൊരു ചേഞ്ച് ഉണ്ടാക്കി. കാരണം വടകരയിലെ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് CPM മലബാറിലെ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അതിൻ്റെ മറുപടിയാണ് ഞങ്ങൾ ആ സർജിക്കൽ സ്ട്രൈക്കിൽ കൂടെ നടത്തിയത്. മലബാറിലെ രാഷ്ട്രീയം ഞങ്ങളാണ് തീരുമാനിച്ചത്. ഞങ്ങൾ വെച്ചാൽ ജനങ്ങൾ. ഞങ്ങളെടുത്ത തീരുമാനത്തെ ജനങ്ങൾ 100% സ്വാഗതം ചെയ്തു. 6 സീറ്റുകളാണ് 1 ലക്ഷത്തിന് മീതെ ജയിച്ചത്. അതിൽ 2 സീറ്റും 3 ലക്ഷത്തിന് മീതെയാണ്. വേറൊരു സീറ്റ് 2 ലക്ഷത്തിന് മീതെയാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ്. നിങ്ങൾ CPM ഒരിക്കലും ഇളകാത്ത കോട്ടകൾ നിങ്ങൾ പരിശോധിക്കും. കോട്ടകൾ മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിലെ അവരുടെ ഭൂരിപക്ഷത്തിന് 60,000 വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മട്ടന്നൂരിലെ 2000 ജില്ലയിലാണ് അവർക്ക് ഭൂരിപക്ഷം. കല്യാശ്ശേരിയിൽ 1000 വോട്ടാണ് അവർക്ക് ഭൂരിപക്ഷം. പയ്യന്നൂരിൽ, തൃക്കരിപ്പൂരിൽ 2 ജില്ലകളിൽ, പുതുമയിൽ, തളിപ്പറമ്പിൽ UDF ലീഡാണ്. അപ്പം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം. അതിന് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ, രാഷ്ട്രീയമായിട്ടാണ് ചെയ്തത്. CPM അതിനെ ഈ BJP ചെയ്തതുപോലെ വർഗീയ ധ്രുവീകരണമാക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ രാഷ്ട്രീയ ധ്രുവീകരണവും CPM-ൻ്റെ വർഗീയ ധ്രുവീകരണവും തമ്മിലാണ് മലബാറിൽ ഏറ്റുമുട്ടിയത്. രാഷ്ട്രീയ ധ്രുവീകരണമാണ് മലബാറിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് ഈ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയത്.
പക്ഷേ CAA വിഷയത്തിലടക്കം, യൂണിഫോം സിവിൽ കോഡിലടക്കം, രാമക്ഷേത്രത്തിലടക്കം വളരെ ശക്തമായ നിലപാടെടുത്തത് കേരളത്തിൽ ഇടതുപക്ഷമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയേണ്ടി വരും. ഇവിടെ നേതാക്കന്മാർ കോൺഗ്രസിലാകട്ടെ വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നിലപാടാണ് ശശി തരൂർ അടക്കമുള്ളവർ എടുത്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ അത്ര ആഞ്ഞടിക്കുന്ന ഒരു നിലപാട് എടുത്തില്ല BJPക്കെതിരെ. വളരെ തെറ്റായ ഒരു അസസ്മെൻ്റാണ്. കാരണം CAA വിഷയത്തിൽ അത് CPMൻ്റെ ഒരു നറേറ്റീവാണ് ഈ പറഞ്ഞത്. മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനെന്ന ഇതാണ്. ഇതിൻ്റെ അകത്ത് CAA വിഷയം വന്നപ്പോഴും ഏറ്റവും കൃത്യമായ സ്റ്റാൻഡ് എടുത്ത ദേശീയ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്. വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടി എടുത്താണ് തീരുമാനം CAAക്കെതിരെയുള്ള ഫൈറ്റ്. രാഹുൽ ഗാന്ധി ആസാമിൽ റാലി നടത്തിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ CAA ഇല്ലാതാക്കും, ഈ പൗരത്വ നിയമം ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചത് ദേശവ്യാപകമായി. പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് എത്രയോ ദശാബ്ദങ്ങളായി പാലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലം മുതൽ, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ. ഈ യാസർ അറാഫത്ത് പറഞ്ഞത് ഇന്ദിരാഗാന്ധി സഹോദരി എന്നാണ്. അത്രയും വലിയ ഹൃദയബന്ധമാണ് പാലസ്തീൻ മൂവ്മെൻറ്റും കോൺഗ്രസുമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നിലപാടിലോ നയത്തിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഇവിടെയുള്ള വ്യത്യാസം എന്താ? ഇവിടെ എക്സസ് ആണ് പറഞ്ഞത്, ആവശ്യമില്ലാതെ. അതിനെ കമ്മ്യൂണലൈസ് ചെയ്ത്, അതിനെ വർഗീയവൽക്കരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ CPM ശ്രമിച്ചു. എക്സ്ട്രീമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു വലിയൊരു തെറ്റായൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല പൗരത്വ നിയമം. അപ്പം ഞാനതിനെ എതിർത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ നടപ്പാകും. കാരണം എന്താ? കേന്ദ്ര നിയമമാണ്. കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു റൂളുമില്ല. കേരളത്തിൽ നടപ്പാക്കില്ല. ഇപ്പോൾ ബംഗാളിൽ നടപ്പാക്കിയല്ലോ അവർ. കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ റൂള്? പൗരത്വം കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? അപ്പം കേരളത്തിൽ നടപ്പാക്കില്ല. അത് തന്നെ ഒരു നുണയാണ്, കാപട്യമാണ്. CPM അപ്രോച്ച് ചെയ്തത് അതിനൊരു വോട്ട് ബാങ്ക് ആയിട്ടാണ് മുസ്ലിം വോട്ടുകളെ അപ്രോച്ച് ചെയ്തത്. രാമക്ഷേത്രത്തിലും അങ്ങനെയായിരുന്നു. രാമക്ഷേത്രത്തിൽ എന്താ ചെയ്തത്? സത്യത്തിൽ എല്ലാവരെയും ക്ഷണിച്ചു. 24 മണിക്കൂറിനകം CPM പറഞ്ഞ് ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് ക്ഷണം മല്ലികാർജ്ജുൻ ഖാർഗെക്ക്, അതുപോലെ ശ്രീമതി സോണിയാഗാന്ധിക്ക്. അപ്പോൾ അവർ പാർട്ടിയെ അറിയിച്ചു തീരുമാനമെടുക്കാൻ എന്ത് വേണമെന്ന്. വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായൊരു വിഷയമാണ്. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, ഇവരൊന്നും അവിടെ ഇല്ല. എന്താണ്? അതൊരു മതപരമായ വിഷയമാണ്, സെൻസിറ്റീവായ വിഷയമാണ്. BJP ഒരു ട്രാപ്പാണ് ഉണ്ടാക്കിയത്. ഇത് ഒരു കെണിയാണ് ഒരുക്കിയത്. സൂക്ഷിച്ചല്ല കൈകാര്യം ചെയ്യേണ്ടത്. അവർക്കൊരു ആയുധം കൊടുക്കാമോ? ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് ആരും പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഞങ്ങളെന്താ പറഞ്ഞത്? ഇത് ആത്മീയമായ ഒരു കാര്യമാണ്. ഇതിനെ മതവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. സ്ട്രോങ് നിലപാടാണ്. വെറുതെ 1-2 വ്യക്തികൾ എടുക്കുന്ന തീരുമാനമല്ല. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി എടുത്ത് തീരുമാനമെടുത്തു. ഞങ്ങളാരും പോയില്ലല്ലോ. അവിടെ ആരാ ജയിച്ചത്? അവിടെ കോൺഗ്രസ്സാണ് ജയിച്ചത്. BJPക്ക് ഒരു ആയുധം കൊടുക്കാതെ ഒരു വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെണി BJP ഒരുക്കിയപ്പോൾ ആ കെണിയിൽ വീഴാതെ ശ്രദ്ധയോടുകൂടി സെക്കുലറായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ CPM ഈ വിഷയങ്ങളെ ഒരു ഞാൻ പറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയും ഈ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ട് മാത്രമാണ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങൾ എത്ര പ്രബുദ്ധരായ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധമായൊരു ബാന്ധവമുണ്ട് എന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവായിരുന്നു. ഞാനല്ലേ ആദ്യം മുതലേ അത് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അത് തെളിയിക്കപ്പെട്ടല്ലോ. EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള ബിസിനസ് ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനെ ഒരു സംഭവം ഇല്ല, ഉണ്ടെങ്കിൽ ആ സ്വത്ത് എനിക്ക് തരാമെന്ന് പറഞ്ഞു ജയരാജൻ. ഇല്ലേ? അവസാനം രണ്ടുപേരും സമ്മതിച്ചില്ലേ അവർ തമ്മിലൊരു ബിസിനസ് ബന്ധമുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന്. പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്നത് കേരളത്തിലെ BJP-യുടെ ചുമതലക്കാരനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ. BJP-യുടെ ചർച്ചകൾ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ? ഉറപ്പല്ലേ? കാരണം കേരളത്തിലെ BJP-യുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ എന്തിനാണ് LDF കൺവീനർ കാണുന്നത്? LDF കൺവീനറുടെ വീട്ടിലേക്ക് ഇദ്ദേഹം എന്തിനാണ് വരുന്നത്? മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പം? ഞാനും എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്തിനാ പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി അല്ലല്ലോ. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല BJP-യുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ മുഖ്യമന്ത്രിയും
EP ജയരാജനും എന്തിനു കണ്ടു? ഇനിയും അവർ കേരളത്തിലെ ജനങ്ങളോട് പറയണം. അപ്പോൾ എന്താ, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ, ഇതെല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടോ, കരുവന്നൂരും മാസപ്പടിയും SNC ലാവലിനും എല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി, അതാണ് അവിശുദ്ധ ബാന്ധവമുണ്ടെന്ന് പറഞ്ഞത്. സമ്മതിച്ചല്ലോ അവർ. ഈ സുരേഷ് ഗോപിയെ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമായി കാണാൻ പറ്റുമോ? സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൂടി തൃശ്ശൂർ പിടിച്ചു. അതിനൊപ്പം തന്നെ നമുക്ക് ഈ വർദ്ധിച്ച വോട്ട് ഷെയർ കാണാതിരിക്കാൻ പറ്റുമോ? അത് ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല കുറഞ്ഞിരിക്കുന്നത്, അത് UDF നിന്നും വളരെ കൃത്യമായി വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ആ ശതമാന കണക്കുകൾ നോക്കിയാൽ അത് വ്യക്തമാണ്. അത് തെറ്റാണ്. കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യമല്ല പറഞ്ഞത്, BJPയിലേക്ക് ഒരു വോട്ടും പോയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് UDF നിന്ന് പോയിട്ടില്ല, വോട്ട് പോയിട്ടില്ല. UDF കിട്ടേണ്ട ചില പരമ്പരാഗതമായ വോട്ടുകൾ തൃശ്ശൂരിലെ മാറ്റി നിർത്തി ഞാൻ പറയാം. 19 സീറ്റുകളിലും ഞങ്ങൾക്ക് കിട്ടിയ ചില വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ചിലത് നമുക്ക് തൃശ്ശൂരിൽ കിട്ടിയിട്ടില്ല, അത് പോയിട്ടില്ല. അതാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ കരുതുന്നത് അത് സുനിൽകുമാറിനാണ് പോയത്. സംസ്ഥാനത്തെ മൊത്തത്തെ ഞാൻ പറയാം, സുനിൽകുമാറിനാണ് ആ വോട്ട് പോയത്. എൻ്റെ കണക്ക് അതാണ്. ഞാൻ നിയമസഭയിലും പറഞ്ഞു, സുനിൽകുമാറിനാണ് ആ വോട്ട് പോയത്, BJPക്കല്ല. 47.34 നിന്ന് 45.16 കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വോട്ട് ഷെയർ UDF. നിങ്ങൾ 2019 തെരഞ്ഞെടുപ്പുമായിട്ടല്ലേ താരതമ്യപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ. നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് അതല്ലേ. ഞങ്ങൾ എത്ര സീറ്റിലാണ് ജയിച്ചത്? ഞങ്ങൾ 41 സീറ്റിലാണ് ജയിച്ചത്. ഇപ്പം ഞങ്ങൾക്ക് 111 അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഞങ്ങൾക്ക് ലീഡുള്ളത്. അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. അതല്ല പറഞ്ഞത്. അല്ല, പ്രതിഫലിക്കണമെന്നില്ല, അതിന് വേറെ ജോലി ചെയ്യണം. ഞങ്ങൾക്ക് 2019 ഒരു ഇത് പറ്റി. 2019 20ൽ 19 സീറ്റ് ജയിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കരുതി ഓട്ടോമാറ്റിക്കായിട്ട് കേരളത്തിൽ ഗവൺമെൻറ് മാറി വരും, അടുത്ത ഗവൺമെന്റ് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഞങ്ങളുടെ ഇലക്ഷൻ പ്രിപ്പറേഷൻ അത് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അതുകൊണ്ട് ഈ 20ൽ 18 സീറ്റ് കിട്ടിയല്ലോ, ഞങ്ങൾക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ആഹ്ലാദിക്കാനോ സമയമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരിടത്ത് ഭരണം മാറി മാറി കൈകാര്യം ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ തവണ മാത്രമാണ് നമ്മൾ തുടർ ഭരണം കേരളത്തിൽ കണ്ടത്. അവിടെയാണ് മൂന്നാമതൊരു പ്ലെയർ ആയിട്ട് BJP എമേർജ് ചെയ്ത് വരികയാണ്. അങ്ങനെ നമുക്ക് സീറ്റ് നേടിയിട്ടില്ലെങ്കിൽ പോലും ആ വോട്ട് ഷെയർ കാണുമ്പോൾ ആ ഒരു ഫീലാണ് ഉണ്ടാക്കുന്നത്. അതിനെ എങ്ങനെയാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ BJP സ്ഥാനാർത്ഥികൾക്ക് കുറെ കൂടി വോട്ട് കിട്ടാറുണ്ട്. അസംബ്ലിയിലെ പാറ്റേൺ അല്ല ലോകസഭയിലെ പാറ്റേൺ. ലോകസഭ വരുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടാറുണ്ട് BJPക്ക് കുറച്ചുകൂടി. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി കൂടുതൽ കിട്ടി. മനസ്സിലാക്കണം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 400 സീറ്റോടുകൂടി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് രാജ്യവ്യാപകമായി മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് മറന്നുപോയത് നമ്മൾ. അതൊരു പ്രധാന ഘടകമായിരുന്നു. CPMന് ഉണ്ടായിരിക്കുന്നത് ഒരു ജീർണതയാണ്, ഡീജനറേഷനാണ്. CPMൻ്റെ ഉരുക്കു കോട്ടകളിലാണ് തകർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പോലും നിങ്ങൾ നോക്കുക, അന്തിക്കാട് ചുവന്ന കോട്ടയാണ് അന്തിക്കാടെന്ന് പറയുന്നത്. രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അനങ്ങാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിൻ്റെയൊക്കെ നാടാണ്. പ്രഗത്ഭരായ തൃശ്ശൂർ ജില്ലയിലെ CPMൻ്റെയും CPIയുടെയും നേതാക്കളുടെ സ്ഥലമാണ്. BJPയിലേക്ക് ഒരു ഇറോഷൻ ഉണ്ടായി. കണ്ണൂർ കാസർഗോഡും CPMൽ നിന്ന് കോൺഗ്രസിലേക്കാണ് ഇറോഷൻ ഉണ്ടായത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞൊരു പോയിന്റ്, പയ്യന്നൂരിലെ ഒരു ബൂത്ത്, ഒരു പാർട്ടി ഗ്രാമം, ഒരു ബൂത്ത്, ഞങ്ങൾക്ക് ആകെ 26 വോട്ടേയുള്ളൂ. ബൂത്തിൽ പോയിരിക്കാൻ ഒരു പെൺകുട്ടിയാണ് പോയിരുന്നത്. കാരണം ആരും ഇരിക്കില്ല പേടിച്ചിട്ട്. കാരണം ഇവർ നായികരുടെ പൊടി എറിഞ്ഞും മഷി കുടഞ്ഞും തല്ലിയും ആളുകളെ ഓടിക്കും ഉച്ചയാകുമ്പോഴേക്കും. 26 വോട്ടേ കിട്ടുള്ളൂ അവിടെ പോൾ ചെയ്ത്. 26 വോട്ടേ ഞങ്ങൾക്കുള്ളത്. അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് 140 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. 140 വോട്ടല്ല, 140 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അപ്പോൾ ഈ സർക്കാരിനെ എത്രമാത്രം ഇന്നത്തെ CPMനെ, CPM പ്രവർത്തകർ പോലും, ഹാർഡ് കോർ പ്രവർത്തകർ പോലും എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി ഞാനടക്കമുള്ള UDF നേതാക്കളെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും ആക്രമിക്കുകയും കോൺഗ്രസിനെയും UDFനെയും അധിക്ഷേപിക്കുകയും ചെയ്ത
സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ അവരുടെ തോക്ക് തിരിച്ചു വെച്ചിരിക്കുന്നത് CPM-ൻ്റെ ഹാർഡ് കോർ സൈബർ ഗ്രൂപ്പുകൾ. മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്നു അവരുടെ ആക്രമണം. അവരിപ്പോൾ തിരിച്ചു വെച്ചിരിക്കുന്നത് CPM നേതാക്കന്മാർക്ക് നേരെയാണ്. ഞങ്ങളെ കൊല്ലാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ പീരങ്കി, ഞങ്ങളെ കൊല്ലാൻ ഉണ്ടാക്കി വെച്ചിരുന്ന പീരങ്കി ഇപ്പോൾ ഉണ്ടാക്കിയ ആളുകളും വെടിവെക്കുന്ന ആളുകളും നേതാക്കന്മാർക്ക് നേരെ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ തിരിച്ചു വെച്ചേക്കുവാണ്. കണ്ടില്ലേ വാർത്തകൾ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വരുന്ന വാർത്തകൾ. അത് കണ്ണൂരിലെ CPM നേതാക്കൾ തമ്മിൽ നടക്കുന്ന അടിപിടിയാണ്. ഈ മുഖ്യമന്ത്രിക്ക് അത് നിയന്ത്രിക്കാൻ പറ്റിയില്ലല്ലോ. CPM-ൻ്റെ നേതാക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകളാണത്. അവർ തമ്മിലടിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ കോൺഗ്രസ്സിൽ ആരെങ്കിലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ അനക്കം വന്ന വലിയ വാർത്തയാണ് കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വലിയ പൊട്ടിത്തെറിയാണ് CPM-ൽ നടക്കാൻ പോകുന്നത്. കാരണം ഞാൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെയൊക്കെ പ്രസംഗം നോക്ക്. ഞങ്ങളുടെ പ്രവർത്തകരോട് തമാശയായിട്ട് പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട വഴക്കിടാൻ പോരുത്. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്രാവശ്യം UDF-നാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ആളൊക്കെ ചിരിച്ചു. ഞാൻ എല്ലാ യോഗത്തിലും പറഞ്ഞ ആളാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. CPM-ൽ നിന്ന് UDF-ലേക്ക് വോട്ടിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഉദാത്തമായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം നിലനിർത്തുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ നമുക്കേ വോട്ട് ചെയ്യുള്ളൂ ഈ തെരഞ്ഞെടുപ്പ്. നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നേതൃത്വത്തിന് താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഈ ജാതി വോട്ടുകൾ നോക്കുമ്പോൾ നമ്മൾ നായർ വോട്ടുകൾ CSDS-ന്റെ സർവേ പ്രകാരമൊക്കെ 45% നായർ വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ടെന്നാണ്. ഈഴ വോട്ടുകൾ 32%, ക്രിസ്ത്യൻ വോട്ടുകൾ 5%. ഈ കണക്കുകളെയൊക്കെ കോൺഗ്രസ് എങ്ങനെയായിരിക്കും കാണുക? പ്രത്യേകിച്ചും K. കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ സമയത്ത് ജാതി സമവാക്യങ്ങളെയൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ വളരെ കൃത്യമായി നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ട്. അത്തരം വിമർശനങ്ങളുമുണ്ട്. ഞങ്ങളൊരു പുതിയ ലീഡർഷിപ്പ് അല്ലേ വന്നത്? ഞങ്ങൾ വന്നത് തോറ്റു കഴിഞ്ഞിട്ടല്ലേ വന്നത്, ഇല്ലേ? തോറ്റു കഴിഞ്ഞിട്ട് വന്ന ലീഡർഷിപ്പാണ് ഞങ്ങളെ ലീഡർഷിപ്പ് വന്നത്. ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ വർഗീയതയുടെ ഒരു തലത്തിലേക്ക് പോകാതെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുക. എന്താ സോഷ്യൽ എഞ്ചിനീയറിംഗ്? എല്ലാ വിഭാഗം ജനങ്ങളിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, അല്ലേ? നമ്മളെ വിശ്വസിക്കുക, ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക. ഒരു പ്രശ്നം വന്നാൽ ഓടിയെത്തും, സഹായിക്കും, ചേർത്ത് നിർത്തും എന്ന് എല്ലാ വിഭാഗങ്ങളിലും ജനങ്ങളിലും ഉണ്ടാക്കുക. ഞങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ തൃക്കാക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ PT തോമസിനെ പോലുള്ള പ്രഗത്ഭനായൊരു നേതാവ് ജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിച്ചത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരളം സ്നേഹിച്ച, പുതുപ്പള്ളി സ്നേഹിച്ച ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ജയിച്ച വോട്ടിൻ്റെ 4 ഇരട്ടി വോട്ടിനാണ് ഞങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. സാധാരണ പ്രതിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വലിയ പാടാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാലക്കാടൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ. ഞാനല്ല പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് റെക്കോർഡിലല്ലേ, ഓൺ റെക്കോർഡാണല്ലോ. നല്ല വിജയോടെ നേടും. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമായി, വളരെ ടീമായി, ഇഫക്റ്റീവായി, ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ നേതാക്കൾ നന്നായി ചെയ്തു. അത് പഴയ സാഹചര്യമാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. 2016-നേക്കാളും 2021-നേക്കാളും 2026-ലേക്കുള്ള UDF ഈ 2024 തന്നെ സുസജ്ജമാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതുപോരാ. ആരായിരിക്കും മുഖ്യമന്ത്രി? അല്ല, ഞാൻ പറയാം, ഇതുപോരാ. അപ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് കരുതി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 സീറ്റോടുകൂടി കേരളത്തിൽ UDF 2001 പോലെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ. പിന്നെ അതിനിടയിൽ ചോദിച്ച ചോദ്യം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഒരു സ്ഥലത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല. തൊട്ടപ്പുറത്ത് നടന്ന കർണാടകയിൽ പ്രഖ്യാപിച്ചില്ല. അതിനുശേഷം പാർട്ടി നേതൃത്വം MLA-മാരായിട്ടൊക്കെ ആലോചിച്ച് അത് തീരുമാനിക്കും. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടുപിടിയും കോൺഗ്രസിൽ ഒരു നേതാക്കന്മാർ തമ്മിലില്ല. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇതിനെ വാശിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്, കൂട്ടായ ശ്രമമാണ് നടത്തുന്നത്.
BJP ഒരു ചലനവും ഉണ്ടാക്കില്ല 2026 എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അനുഭവം 2021 പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. വയനാടുകാർ ഒരു കൺഫ്യൂഷനിലാണുള്ളത്. രാഹുൽ ഗാന്ധി തുടരുമോ ഇല്ലയോ എന്നുള്ളത്. അതിന് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം വലിയ ധർമ്മസങ്കടത്തിലാണ്. കാരണം അദ്ദേഹം വയനാടിനെ വല്ലാതെ സ്നേഹിക്കുന്നു, വല്ലാതെ ഇഷ്ടപ്പെടുന്നു. രാജ്യത്തുടനീളം ഒരു വലിയ വിഭാഗം ആളുകൾ അദ്ദേഹം റൈവറലി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇവർക്കെതിരായിട്ടുള്ള ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യണം, ഫാസിസത്തിനെതിരായി. അദ്ദേഹം അവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടിരിക്കുകയാണ് ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു കമ്പൽഷൻ, ഒരു തരത്തിലുള്ള സമ്മർദ്ദം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വയനാട് തന്നെ അദ്ദേഹം നിൽക്കണമെന്ന്, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയല്ലേ. പക്ഷെ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഇത് നടത്തിയില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ഉചിതമായ തീരുമാനം, അതായത് വയനാടിനും റായ്ബറേലിയിലെയും വോട്ടർമാർക്ക് ഒരേപോലെ സന്തോഷകരമായൊരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ ലോക്സഭാ മണ്ഡലം വയനാടാകണം എന്നുള്ള ആഗ്രഹം കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങൾ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചാൽ മാത്രമല്ല ഞങ്ങൾ അടുത്ത ആളെ കുറിച്ച് ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ്, ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവണം എന്നാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2026 ഒക്കെ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് KPCCയിലൊക്കെ നേതൃത്വത്തിലൊക്കെ മാറ്റം വരുമോ? അഴിച്ചുപണികൾ ഉണ്ടാകുമോ? അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ ലെവലിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. ഇപ്പം എന്തായാലും ഒരു ലീഡർഷിപ്പ് ഉണ്ട്. അങ്ങനെ അതിനെ മാറ്റുന്നതിനെക്കുറിച്ചോ മറ്റുന്നതിനെക്കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ടില്ല. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. KPCC അധ്യക്ഷനുമായി എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലായികയുണ്ടോ? ഇത് കുറേ നാളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും സുധാകരനും കൂടി KPCC ഓഫീസിൽ ഒരു ദിവസം 5 മണിക്കൂർ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പം നോക്കിയപ്പോൾ പറയും, ഞങ്ങൾ മിണ്ടിയിട്ട് ദിവസങ്ങളായെന്ന് പറഞ്ഞൊരു TV ചാനൽ സ്ക്രോൾ കാണിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത് കണ്ടാന്ന് വെച്ചാൽ നമ്മൾ മിണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിരുന്നു. ചുമ്മാ പറയുന്നത്, വെറുതെ പറയാം. അതൊക്കെ എന്താ അറിയാം, ഒരു വാർത്തയില്ല. അപ്പം ചിലർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ആർക്ക് എന്ത് വാർത്ത വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓരോ കാര്യങ്ങൾ തീരുമാനം. ഇപ്പം തെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദം നടന്നപ്പോൾ താങ്കൾ കന്റോൺമെന്റ് ഹൗസിലിരുന്നായിരുന്നു TV കണ്ടത്. KPCC ഓഫീസിൽ പോയില്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ഇല്ലായിരുന്നല്ലോ. ഇല്ല, അദ്ദേഹം കണ്ണൂരല്ലേ, അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലേ. KPCC പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോവും. അപ്പൊ വിജയത്തിന്റെ ഗ്രേസ് കളയാന്നാണ്. അസാമാന്യമായ വിജയമാണ് ഉണ്ടായത്. അപ്പൊ ആളുകൾക്ക് അസൂയ വരും, കുറെ പേർക്ക് അവരുടെ ധാരണകൾ മാറും. അതിനൊരു വഴിമരുന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളൊരു വിമർശനമാണ്. അതൊന്നും ശരിയൊന്നുമല്ല. ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മിനിഞ്ഞാന്ന് രാത്രി എനിക്ക് തോന്നുന്ന ഒരു 11 മണിക്കാണ് 12 മണിക്കാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പറയും, കുവൈറ്റിലെ ആളുകളുടെ ബോഡി മുഴുവൻ നാളെ വരുമല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ ട്രെയിനിലാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ സ്ഥാനാർത്ഥികളും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ബോഡി വന്ന് കേരളത്തിൽ ഇത്രയും പേരുടെ 24 പേരുടെ ബോഡി ഏറ്റുവാങ്ങുമ്പോൾ നമ്മളിങ്ങനെ സ്വീകരണ പരിപാടിയായിട്ട് പോകണം, ശരിയാണ്? നീ പറ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുധാകരേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്, നമുക്ക് നാളെ പരിപാടികൾ മാറ്റി വയ്ക്കാമോ? അപ്പോൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വാർത്ത കൊടുത്താൽ പോരെ, നാളത്തെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചായിട്ട് KPCC അറിയിച്ചു എന്ന്. രാത്രി 12 മണിക്ക് എന്നെ വിളിച്ച് എന്താണ് അഭിപ്രായം എന്ന് അദ്ദേഹത്തിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ കാര്യം. ഇതൊക്കെ വെറുതെ ഓരോരുത്തരുടെ അവർക്കിത് മര്യാദയ്ക്ക് പോണ കണ്ടിട്ടുള്ള സങ്കടം കൊണ്ട് അവർ പറയുന്നതാണ്, അത്രയുള്ള. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു സംഭവം. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നു. അതിനു മുമ്പ് ഒരു മുന്നണി വിപുലീകരണം പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ പറയുന്നത് RJD അടക്കമുള്ള പാർട്ടികൾ ഇടതുപക്ഷത്തിൽ അതൃപ്തരായി അവർ പുറത്തേക്ക് വന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത്തരം കക്ഷികളുമായി സംസാരിക്കുന്നു. അല്ല, UDFിൻ്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും. അതിന് പല മാർഗങ്ങളുണ്ട്. വേറെ ഇപ്പം LDFിൽ നിൽക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും UDFിലേക്ക് വന്നിട്ടാകാം. ഇനി അവരാരും വരാതെയും ഞങ്ങൾക്ക് അടിത്തറ വിപുലപ്പെടുത്താം. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടുമുണ്ട്. ജോസ് കെ മാണിയെ പോലുള്ളവർ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അവരപ്പുറത്ത് നിൽക്കുകയല്ലേ ഇപ്പോൾ. അവരപ്പുറത്ത് നിൽക്കുകയല്ലേ. അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങൾ ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. എന്തിനാണ് അവരുടെ വിശ്വാസ്യത ഞങ്ങൾ കളയണം? ഞങ്ങൾ അവരുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ഫോണിൽ പോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. വല്ല പ്ലെയിനിലൊക്കെ വെച്ച് യാത്ര ചെയ്യുമ്പോൾ കാണുന്നതല്ലാതെ ആ സൗഹൃദമൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളാണ്. അവരുടെ എല്ലാ നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഹൃദയബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ധാരാളം ആളുകളുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ്
അവർ പോയത് അന്നത്തെ സാഹചര്യത്തിൽ. അത് വരട്ടെ, അത് മാറി വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ഒരു ചർച്ചയും നടക്കുന്നില്ല, ഒരു ചർച്ചയും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ അവരോട് ഒരു മധുരമായ പ്രതികാരവും ചെയ്തു. കാരണം ഞങ്ങൾ കൊടുത്ത രാജ്യസഭാ സീറ്റും മേടിച്ചുകൊണ്ടാണ് അവർ അപ്പുറത്തോട്ട് പോയത്. എന്നിട്ട് അപ്പുറത്ത് നിന്ന് രാജിവെച്ച് LDFൻ്റെ രാജ്യസഭയായി. അപ്പം ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഡാമേജാണ് അന്നുണ്ടായത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞങ്ങൾക്കില്ല. അല്ല, അവർ സംസാരിക്കട്ടെ, അവരവരുടെ അഭിപ്രായം പറയട്ടെ. അവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ ആളുകളല്ലേ, ഒരു കാലത്ത് പോയ ആളുകളല്ലേ, വരട്ടെ. ഞങ്ങൾ അതിനൊന്നും ധൃതി കൂട്ടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചർച്ച ചെയ്യേണ്ട ഘട്ടം വന്നാൽ ഞങ്ങൾ അപ്പം ചർച്ച ചെയ്യും. ഇപ്പോൾ ഒരു ചർച്ചയില്ല. ചർച്ച ചെയ്യണമെങ്കിൽ UDF എല്ലാവരും ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് അത് നമുക്കതിനുള്ള അധികാരം UDF തന്ന് അപ്പോൾ ചർച്ച ചെയ്യും. അല്ലെങ്കിൽ UDF ആരെങ്കിലും ചുമതലപ്പെടുത്തും അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ചർച്ചയും അതുമായിട്ടില്ല. അപ്പോൾ വളരെയധികം നന്ദി ന്യൂസ് മലയാളത്തിനോട് ഇത്രയും സമയം സഹകരിച്ചതിന്. എല്ലാവിധ ആശംസകളും.